السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم السلام على سيدنا محمد أفضل المرسلين وعلى آله وأصحابه أجمعين والتابعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവും ബഹുമാനവും അത് എക്കാലത്തും നിലനിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷവും ഇതേ ആദരവുകളൊക്കെ നാം റസൂലുള്ളാഹിനോട് പുലർത്തണം, ആ നിലക്ക് ആദരിക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റഹിമഹുല്ലാ മഹാനവറുകൾ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷവും അവിടുത്തെ ആദരിക്കലും ബഹുമാനിക്കലും ലാസിമുൻ, അത് നിർബന്ധമാണ്. കമാ കാന ഹാല ഹയാത്തി, അവരുടെ ഹയാത്ത് കാലത്ത് ഉള്ളതുപോലെ. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, വഹാദിഹി കാനത്ത് സീറത്തു സലഫിന സാലിഹ് വഅഇമ്മത്തിനൽ മാളീൻ, ഇത് സലഫുസ്സാലിഹികളുടെ ചര്യയാണ്, മുമ്പ് കഴിഞ്ഞു പോയ ഇമാമുകളുടെയും മാതൃകയാണ്. അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തിന് ശേഷവും അങ്ങേയറ്റം ആദരിച്ചവരാണ്. അതിന് പിൻബലമായി മഹാനവറുകൾ പറയുന്നു, അബൂ ജഅഫർ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഭരണാധികാരി അബൂ ജഅഫർ മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു. ആരാണ് മാലിക് ബിൻ അനസ്? 4 ഇമാമുകൾപ്പെട്ട ഒരു പ്രധാനിയായ ഇമാമാണ് മാലിക് ബിൻ അനസ്. ഇമാമു ദാരുൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന, മദീനയിലെ മസ്ജിദുൻ നബവിയിൽ മുദരിസായി സേവനം ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു, അവരോട് അബൂ ജഅഫർ എന്ന് പറയുന്ന ഭരണാധികാരി മദീനത്തെ പള്ളിയിൽ വെച്ച് എന്തോ വാദപ്രതിവാദം നടത്തി സംസാരിച്ചു. ആ സമയത്ത് അവരുടെ ശബ്ദമുയർന്നു പോയപ്പോൾ മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, യാ അമീറൽ മുഅ്മിനീൻ ലാ തർഫഉ സൗതക ഫി ഹാദൽ മസ്ജിദ്, ഓ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ സൗണ്ട് ഉയർത്തരുത് ഈ പള്ളിയിൽ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഒരു ഖൗമിനോട് അദബ് പഠിപ്പിച്ചത്, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ എന്നാണല്ലോ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്താണ് നമ്മളുള്ളത്, ഈ സമയത്ത് ഇവിടെ വെച്ച് നിങ്ങൾ ശബ്ദമുയർത്തരുത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, വഇന്ന ഹുർമതഹു മയ്യിതൻ കഹുർമതിഹി ഹയ്യാ, മരിച്ച നിലക്ക് ഖബറിൽ കിടക്കുന്ന സമയത്തുള്ള ഹുർമത്തും ജീവിതകാലത്തുള്ള ഹുർമത്ത് പോലെ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ അബൂ ജഅഫർ സൗണ്ട് കുറച്ചു, അത് സ്വീകരിച്ചു. എന്നിട്ട് മഹാനവറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, യാ അബാ അബ്ദില്ല, അബൂ അബ്ദുള്ള എന്നവരെ എന്ന് പറഞ്ഞാൽ മാലിക് തങ്ങളെ വിളിക്കുകയാണ്. എന്നിട്ട് അസ്തഖ്ബിലുൽ ഖിബ്ലത വ അദ്ഉ അം അസ്തഖ്ബിലു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ
കിബിലക്ക് മുന്നിടുകയാണോ വേണ്ടത് എന്നിട്ട് ദ്വാരക്ക വേണ്ടത്, അതല്ല റസൂലുള്ളാഹിക്ക് മുന്നിടുകയാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് വലിമ തസ്രിഫു വജ്ഹക അൻഹു, എന്തിനാണ് നിങ്ങളെ മുഖത്തെ റസൂലുള്ളാഹിനെ തൊട്ട് തിരിച്ചു കളയുന്നു? റസൂലുള്ളാഹിക്ക് മുന്നിട്ട് തന്നെ ദുആ ചെയ്തോളൂ. വഹുവ വസീലതുക വവസീലത്തു അബീക ആദം അലൈഹിസ്സലാം ഇലല്ലാഹി തആല യൗമൽ ഖിയാമ, അത് നിങ്ങളുടെ വസീലയാണ്, ഇടയാളനാണ്. നിങ്ങളത് മാത്രമല്ല, നിങ്ങളുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാമിൻ്റെയും വസീലയാണ്, അള്ളാഹുവിലേക്കുള്ള വസീലയാണ് ഖിയാമത്ത് നാളിൽ. ബലിസ്തഖ്ബിൽഹു, എങ്കിലും നിങ്ങൾ ആ റസൂലുള്ളാഹിക്ക് മുന്നിട്ടോളൂ. വസ്തശ്ഫി ബിഹി, എന്ന് മാത്രമല്ല റസൂലുള്ളാഹിനെ കൊണ്ട് ശഫാഅത്ത് തേടിക്കോളൂ. ഫയുശഫിഉഹുല്ലാഹ്, അള്ളാഹു തആല നബിയുടെ ശഫാഅത്ത് സ്വീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വലൗ അന്നഹും ളലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. സ്വന്തം നഫ്സിനോട് ദ്രോഹം ചെയ്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്തവർ തങ്ങളടുക്കൽ വരികയും അള്ളാഹുവിനോട് അവിടെ വെച്ച് പൊറുക്കന്നെ തേടുകയും അവർക്ക് വേണ്ടി അള്ളാഹിൻ്റെ റസൂൽ പൊറുക്കന്നെ തേടുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹുവിനെ അവരെത്തിക്കും തവ്വാബൻ, തൗബ സ്വീകരിച്ചവരായിട്ടും, റഹീമൻ, കാരുണ്യവാനുമായിട്ടും എത്തിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതല്ലേ. അതുകൊണ്ട് റസൂലുള്ളാഹിനോട് നേരിട്ട് തന്നെ അഭിമുഖമായി നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ദുആ ചെയ്തോളൂ, ആ റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കോളൂ എന്നാണ് ഭരണാധികാരിയായ അബൂ ജഅഫറിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വം പാലിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുന്നിട്ട് ദുആ ചെയ്യണം എന്നാണ് മാലിക് റളിയല്ലാഹു തആല അൻഹു ആ ഭരണാധികാരിയോട് നിർദ്ദേശിച്ചത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ആ മഹത്വം വഫാത്തിന് ശേഷവും നിലനിൽക്കുന്നുണ്ട് എന്നാണ്. എന്താണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്? പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് എന്താണ്? ബഹുമാനപ്പെട്ട ഖബർ ഷരീഫ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം തൊട്ടുകിടക്കുന്ന ആ ഖബർ ഷരീഫ്, അതാണ് ലോകത്ത് വെച്ച് ഏറ്റവും പുണ്യമായ സ്ഥലം. പരിശുദ്ധ കഅബയേക്കാളും അർശിനേക്കാളും കുർസിനേക്കാളും എല്ലാത്തിനേക്കാളും അള്ളാഹു സൃഷ്ടിച്ച എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമായ സ്ഥലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പുണ്യ ശരീരം തൊട്ടുകിടക്കുന്ന മണ്ണിടമാണ് എന്ന് പണ്ഡിത ലോകത്ത് ഐക്യകണ്ഠ്യേനയുള്ള തീരുമാനമാണ്. ഒരഭിപ്രായ ഭിന്നതയും ആ കാര്യത്തിലില്ല. രാജ്യം ഏതാണ് ഏറ്റവും അഫ്ളൽ, മക്കയാണോ മദീനയാണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാരുടെ ഖിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. മക്കയാണോ അഫ്ളൽ അതല്ല മദീനയാണോ അഫ്ളൽ എന്ന കാര്യത്തിൽ. നേരെമറിച്ച് ഈ വിഷയത്തിൽ റസൂലുള്ളാഹിനെ ശരീരം തൊട്ടുകിടക്കുന്ന ആ ഖബർ ഷരീഫ് അതിനോളം മഹത്വമുള്ള വേറൊരു സ്ഥലവുമില്ല എന്ന് പണ്ഡിത ലോകത്തെ ഐക്യകണ്ഠ്യേന ഉള്ള അഭിപ്രായമാണ്. ഒരഭിപ്രായ വ്യത്യാസവും ആ വിഷയത്തിലില്ല. എന്ന് മാത്രമല്ല, ലോകത്ത് എവിടെയെങ്കിലും ഒരാളെ പറയാൻ കഴിയുമോ ഇത്രയും കാലമായിട്ട് അണമുറിയാതെ ജനങ്ങൾ വന്ന് സന്ദർശനം നടത്തുന്ന ഒരു സ്ഥലം വേറെ ഏതുണ്ട്? ഏതൊരു മഹാൻ, എത്ര ആളുകൾ, നേതാക്കൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്? എത്ര വലിയ വലിയ മഹാന്മാരും പണ്ഡിതന്മാരും വലികളും ഔലിയാക്കളും ആരെല്ലാം ഇവിടെ വഫാത്തായി പോയിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ സന്ദർശിക്കപ്പെടുന്ന ഒരു സ്ഥലം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയും കാണൂല. എന്ന് മാത്രമല്ല, റൗള ഷരീഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദസ്പർശമേറ്റ ആ പുണ്യസ്ഥലമുണ്ടല്ലോ, ഖബർ ഷരീഫല്ല, ഖബർ റസൂലുള്ളാഹിന്റെ വീട്ടിൽ നിന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് വന്നിരുന്ന ആ സ്ഥലം, ആ കാൽപാദമേറ്റ ആ പുണ്യസ്ഥലം, മാബൈന ബൈത്തി വ മിമ്പരി റൗദത്തും മിൻ റിയാദിൽ ജന്ന, എൻ്റെ വീട്ടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തോപ്പുകൾപ്പെട്ട തോപ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ സ്ഥലത്ത് ഒന്ന് കയറി 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടി അവിടെ കയറ് കെട്ടി നിയന്ത്രിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ആപ്പിലൂടെ അത് ബുക്ക് ചെയ്ത് അതിലേക്ക് കടക്കേണ്ട ഒരവസ്ഥ, അത്രക്കും വലിയ തിരക്കനുഭവിക്കുന്നൊരു സ്ഥലം വേറെ എവിടെയുണ്ട് സഹോദരങ്ങളെ? ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ ആ മഹത്വം എന്നെന്നും നിലനിൽക്കുകയാണ്. റസൂലുള്ളാഹിൻ്റെ ശരീരത്തിന് യാതൊരു പോറലും ഏൽക്കാതെ ഖബറിൻ്റെ അകത്ത് അവിടെയുണ്ട്. ഇത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. അള്ളാഹിൻ്റെ റസൂൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. സഹാബത്ത് ചോദിച്ചപ്പോൾ തങ്ങൾ ഖബറിൻ്റെ അകത്ത് നുറുങ്ങി നശിച്ചു പോകൂലേ, പിന്നെ എങ്ങനെ ഞങ്ങൾ സ്വലാത്ത് തങ്ങളെ മേൽ കാണിക്കപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തന്നെ എന്താണ്? ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയ, തീർച്ചയായും അല്ലാഹു തആല ഭൂമിൻ്റെ മേൽ ഹറാമാക്കിയിരിക്കുന്നു അമ്പിയാക്കളുടെ ശരീരം തിന്നുകളയുന്നതിനെ. അമ്പിയാക്കളെല്ലാവരും ആ കൂട്ടത്തിൽപ്പെട്ടതിനെ നബിയും, അവർ ഏറ്റവും അഫ്ളലായ ആളല്ലേ നബി. അപ്പോൾ അവരുടെ ശരീരം ഭൂമി തിന്നൂല, അത് ഹറാമാക്കിയിരിക്കുന്നു. അപ്പോൾ യാതൊരു കേടുപാടും കൂടാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിൻ്റെ അകത്ത് വിശ്രമിക്കുകയാണ്. നമ്മളെ എല്ലാ വിവരങ്ങളും അവിടെ അറിയുന്നുണ്ട്. നമ്മൾ ചെല്ലുന്ന സലാത്ത് അവിടെ എത്തുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. നമ്മളെ സലാം കേൾക്കുന്നുണ്ട്, മടക്കുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന് ശേഷവും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് വേണ്ടി പൊറുക്കനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള ആദരവും ബഹുമാനവും നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ചെന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ അവിടെ വെച്ച് അനാവശ്യമായി ശബ്ദത്തിൽ സലാം പറയാനോ ശബ്ദമുയർത്താനോ അത്തരം അപശബ്ദങ്ങളൊന്നും അവിടെ ചെയ്യാൻ പാടില്ല എന്നാണ് ഖുർആൻ നിർദ്ദേശിച്ച ആ നിർദ്ദേശങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൻ്റെ ശേഷവും ബാധകമാണ് എന്ന് മാത്രമല്ല, റൗള ഷരീഫിൻ്റെ മുന്നിൽ ഈ ആയത്ത് അവിടെ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈക ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ ലഹും മഗ്ഫിറത്തും വഅജ്റുൻ അദീം എന്ന ഈ ആയത്ത് അതിൻ്റെ മേൽഭാഗത്തായി ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്നത് ഇന്ന് നമുക്ക് അവിടെ ചെല്ലുന്നവർക്കെല്ലാം കാണാൻ കഴിയുന്നതുമാണ്. എന്തായാലും അത് ഒരനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മദീനത്തേക്ക് നമ്മൾ പോയാൽ അവിടെ ഒരു ശാന്തമായ അന്തരീക്ഷമാണ്. അവിടെ പോയവർക്കൊക്കെ അറിയാം, മക്കത്തുള്ളതുപോലെയല്ല, ഒരു അപശബ്ദങ്ങളുമില്ല, എല്ലാം ആദരവും ബഹുമാനവും തന്നെയാണ് അവിടെ ഉള്ളത്. അങ്ങോട്ട് എത്തിയാൽ തന്നെ മനസ്സിന് സമാധാനമായി ശാന്തമായി വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. അത് അവിടത്തോടുള്ള ആദരവാണ്, അവിടുത്തെ ബഹുമാനമാണ് നമ്മെ അറിയിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് തുടർന്ന് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും ഒരു സാലിഹായ അമലായി റബ്ബ് ഖബൂൽ ചെയ്യട്ടെ. റഹ്മാനായ റബ്ബേ, നിൻ്റെ ഹബീബിനോടുള്ള ആദരവും ബഹുമാനവും കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ പൊരുത്തത്തിനായി നൽകണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും മരണം ഖൈറാകുന്ന സമയത്ത് കലിമയിൽ മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട്, നീ ശിഫയാക്കണേ അല്ലാഹ്. നീ ശിഫയാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഫലസ്തീൻ ജനതയ്ക്ക് നീ രക്ഷയാകണേ അല്ലാഹ്. അവർക്കെതിരെ തിരുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, നിൻ്റെ ഹബീബിൻ്റെ ഉമ്മത്തിന് റബ്ബേ നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ.
വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.